അടിയുറച്ചു നിൽക്കുക. അൽഹംദുലില്ലാഹ്, SYSന്റെ സ്വാതന്ത്ര്യ പ്രവർത്തനം ധാരാളമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയെത്ര കിണറുകളാണ് നമ്മൾക്ക് കുഴിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത്, എത്രയെത്ര വീടുകളാണ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പടച്ച റബ്ബ് തൗഫീഖ് തന്നിട്ടുള്ളത്. അല്ലാഹു തആല ഇനിയും തരുമാറാകട്ടെ. ആസാമിൽ ഒരു പ്രദേശം ഒട്ടാകെ അവിടുത്തെ ഗോഡോ എന്ന് പറയുന്ന ഹിന്ദു വിഭാഗം മുസ്ലിം സമുദായത്തെ അമിട്ടിയോടിച്ച് അവരുടെ വീടുകളെല്ലാം തരിപ്പണമാക്കി ബുൾഡോസർ വെച്ചിട്ട് വീടുകളൊക്കെ പൊളിച്ചു കളഞ്ഞു. 2 ലക്ഷത്തോളം മുസ്ലിം മുസ്ലിമീങ്ങളെ അവരിപ്പോഴും സ്കൂളിലും റെയിൽവേ സ്റ്റേഷനിലും റോട്ടിലും താമസിക്കുകയാണ്. ഈ ആളുകൾക്ക് ഞങ്ങൾ SYS അഖിലേന്ത്യാ ഘടകം 1000 വീടുകളാണ് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ അവിടുത്തെ വീടിന് ഇവിടുത്തെ വീടിന് അത്ര കാശ് വേണ്ട. 1.5 ലക്ഷം ഉണ്ടായാൽ ഒരു വീട് നിർമ്മിക്കാൻ കഴിയും. എന്നാലും വേണോ സംഖ്യ വലുത്? 1.5 ലക്ഷം 1000 വീടിൽ എത്ര വേണോ ലഭിച്ച സംഖ്യ വേണ്ടേ? നമ്മളിവിടെ ചെറിയ വീട് തന്നെ ആണ് ഇപ്പൊ പറഞ്ഞ കണക്കൂട്ടിയനുസരിച്ച് 6-7 ലക്ഷം റുപ്യ ഇപ്പൊ പറഞ്ഞ കണക്കനുസരിച്ചിട്ട് വന്നു. അതിൽ കുറച്ച് നമ്മളിവിടെ ഉണ്ടാക്കാനാവില്ല. ഇനി അടുത്ത 1-ാം തീയതി മുതൽക്ക് അതും കഴിയൂല എന്ന് പറയുന്നത്. സിമന്റിന് വില കൂടുകയാണ്, കമ്പിക്ക് വില കൂടുകയാണ്, എല്ലാത്തിനും വില കൂടുകയാണ്. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യ പ്രവർത്തനത്തിൽ നിങ്ങൾ സഹകരിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹയി ലഭിച്ച ഉടനെ അവിടുന്ന് ഏറ്റെടുത്ത വലിയ ഭാരിച്ച ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയുമോ എന്ന ഒരു ചെറിയ ചിന്ത വന്നു. വീട്ടിൽ വന്ന് പുതപ്പിട്ട് മൂടി കിടക്കുകയാണ്. ഖദീജ റളിയല്ലാഹു അൻഹ പുതപ്പിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് എന്താണ് തങ്ങൾക്ക് പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറ്റിയിട്ടില്ല, എനിക്ക് വഹയി ലഭിച്ചിരിക്കുന്നു, എനിക്ക് ഉത്തരവാദിത്വം ഏറിയിരിക്കുന്നു, ഇതിൽ ഞാൻ വിജയിക്കുമോ? പണ്ട് അമ്പിയാക്കളെ കൊന്നുകളഞ്ഞ എത്രയോ അമ്പിയാക്കളെ കൊന്നുകളഞ്ഞ ജനങ്ങളാണ് ഇവിടെയുള്ളത്. അതുപോലുള്ള അതിനേക്കാളും വലിയ അക്രമികളാണുള്ളത്. അവരുടെ മുമ്പിൽ എന്റെ തൗഹീദിന്റെ പ്രസ്ഥാനവുമായി വന്നാൽ ഞാൻ വിജയിക്കുമോ എന്ന പേടിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, വല്ലാഹി ലാ യുഖ്സിക അല്ലാഹു അബദാ, അല്ലാഹുവിനെ തന്നെ സത്യം, അല്ലാഹു നിങ്ങളെ പരാജയപ്പെടുത്തുകയില്ല. അല്ലാഹു തങ്ങളെ പരാജയപ്പെടുത്തൂല. എന്തുകൊണ്ട്? ഇന്നക ലതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂം. ഇന്നക ലതഹ്മിലുൽ കല്ല. ഇവിടെയാണ് നമ്മുടെ സ്വാതന്ത്ര്യ പ്രവർത്തനം വരുന്നത്. ഓ ഹബീബായ നബിയേ, അവിടുന്ന് പാവപ്പെട്ടവരുടെയും കഷ്ടപ്പെട്ടവരുടെയും അനാഥ അഗതികളുടെയും വിഷമങ്ങൾ തീർത്തു കൊടുക്കാൻ ഏറ്റെടുക്കുന്ന വ്യക്തിയാണ്. കൈവശത്തിലില്ലെങ്കിലോ ഇല്ലാത്തവരോട് അത് ഉണ്ടാക്കി കൊടുക്കുന്നവരാണ് നബിയേ തങ്ങൾ. അതുകൊണ്ട് തങ്ങൾ പരാജയപ്പെടുകയില്ല. രണ്ടാമതായി പറഞ്ഞത് തസ്തുഖുൽ ഹദീസ, തങ്ങൾ കളവ് പറയാത്ത ആളാണ്, അല്ലാഹു തങ്ങളെ പരാജയപ്പെടുത്തൂല. മൂന്നാമത്തത് വതസിലുർ റഹിമ, കുടുംബ ബന്ധം ചാർച്ച ബന്ധം നിലനിർത്തുന്ന ചേർക്കുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ളവരെയും അല്ലാഹു പരാജയപ്പെടുത്തുകയില്ല. നാലാമതായി സത്യം എവിടെയാണോ ആ സത്യത്തിന്റെ കൂടെ നിൽക്കുകയും ചെയ്യും. ഈ 4 ഗുണം തങ്ങൾക്കുള്ളത് കൊണ്ട് തങ്ങൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സാധുക്കളെ സഹായിക്കണം. ഗൾഫിൽ പോകുന്നവര്, കഴിവുള്ളവര്, കച്ചവടം ചെയ്യുന്നവര് എല്ലാവരും നിങ്ങൾ സാധുക്കളെ സഹായിക്കണം. പ്രത്യേകിച്ച് നേരത്തെ അബൂ ഹനീഫൽ വൈസി നിങ്ങളോട് പറഞ്ഞില്ലേ, നമ്മൾ വീട് നിർമ്മിച്ചു കൊടുക്കുന്ന ആളുകളെ ഇങ്ങോട്ട് വിളിച്ച് സ്റ്റേജുമേൽ വിളിച്ചിട്ട് താക്കോൽ കൊടുത്ത് അങ്ങനെ ആക്കുന്നില്ല, അതിന്റെ ആവശ്യമില്ല. അതേസമയം കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലൈസൽ മിസ്കീനുൽ ലദീ തറുദുഹു തംറതു വതംറതാൻ. യഥാർത്ഥ മിസ്കീൻ എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു പീടികയിൽ കയറി 10 പൈസ വാങ്ങി
അടുത്ത വീടുകയിൽ നിന്ന് 5 പൈസ വാങ്ങി, അടുത്ത വീടുകയിൽ നിന്ന് 15 പൈസ വാങ്ങി, 20 പൈസ വാങ്ങി, 10 പൈസ വാങ്ങി. ഇങ്ങനെ വൈകുന്നേരമാകുമ്പോഴേക്ക് ഒരുപാട് സംഖ്യ സമ്പാദിക്കുന്ന ചില മിസ്കീന്മാര് ഫക്കീറന്മാരുണ്ട്. അന്ന് പറഞ്ഞപ്പോ കാരക്കയാണ് പറഞ്ഞത്. 1 കാരക്ക, 2 കാരക്ക, 10 കാരക്ക, ഇങ്ങനെ എല്ലാ വീട്ടിൽ നിന്നും വാങ്ങി വൈകുന്നേരമാകുമ്പോൾ ധാരാളം ഈത്തപ്പഴത്തിന്റെ കൊട്ട അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാകും. അങ്ങനത്തെ മിസ്കീനല്ല ശരിയായ മിസ്കീൻ. പിന്നെ ആരാണ് ശരിയായ മിസ്കീൻ? ആരോടും യാചിക്കാൻ പോകാതെ, അവനവന്റെ രഹസ്യം മറ്റൊരാളെ അറിയിക്കാതെ, ഉള്ള വസ്ത്രം എടുത്ത് അലക്കി ഇസ്തിരി വെച്ച് നല്ല ജോറിൽ നടക്കും. കണ്ടാലൊരു വിഷമവുമില്ലെന്ന് തോന്നും. യഥാർത്ഥത്തിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുകയില്ല. ഈ വസ്ത്രമല്ലാത്ത രണ്ടാമത്തൊരു വസ്ത്രം മാറ്റാൻ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാവുകയില്ല. രോഗമാകുമ്പോൾ ആസ്പത്രിയിൽ പോകാൻ അവരെ കയ്യിൽ മാർഗമില്ല. പക്ഷേ ആരോടും ചോദിക്കില്ല, ആരെയും ദാരിദ്ര്യം അറിയിക്കില്ല. അങ്ങനത്തെ ദരിദ്രരാണ് അല്ലാഹു തആല ഇഷ്ടപ്പെട്ട ദരിദ്രരെന്ന് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അങ്ങനെയുള്ള ദരിദ്രർക്ക്, സാധുക്കൾക്ക് സഹായം ചെയ്യലാണ് നമ്മുടെ SYSന്റെ സ്വാതന്ത്ര്യത്തിലൂടെ നാം ചെയ്യുന്നത്. അങ്ങനെയാണ് നിങ്ങളും ഞാനും ചെയ്യേണ്ടതെന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് എല്ലാവരും സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്ത് ശക്തമായി പ്രവർത്തിക്കണമെന്നും അതിന് ഗുണകരമായ നിലക്ക് എല്ലാവിധ പ്രവർത്തനങ്ങളും നിങ്ങൾ നടത്തണമെന്നും നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. റഹ്മാനായ മലിക്കുൽ മുലൂക്കായ റഹ്മാനായ റബ്ബേ, ഈ കാണുന്ന ജനങ്ങളെല്ലാം നോക്കിയാൽ കണ്ണെത്താത്ത അത്രയും ദൂരം ഈ ജനങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് മുഴുവനും നിന്റെ ദീനിനോടുള്ള മഹബത്ത് കൊണ്ടാണ്. അതുകൊണ്ട് നീ ഖബൂൽ ചെയ്യണം റഹ്മാനേ.